42ാമത്തെ റെസിൽമേനിയ അടുത്തിരിക്കുന്നു. അതിലെ ഏറ്റവും പ്രധാനമായിട്ടും എല്ലാവരും പറഞ്ഞു നടക്കുന്ന ഒരു കാര്യം, ഇതുവരെ കൺഫേം ആവാത്തൊരു കാര്യം, ബ്രോക്ക് ലെസ്നറിന്റെ എതിരാളി ആരായിരിക്കും എന്നുള്ളത്. അതിനെക്കുറിച്ചാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ നോക്കാൻ വേണ്ടി പോകുന്നത്. അതുമാത്രമല്ല, റെസിൽമേനിയ 42ൽ ഏതൊക്കെ മാച്ചുകളാണ് ഉറപ്പിച്ചിട്ടുള്ളത് എന്നുള്ളതും ഇനി ഏതൊക്കെ മാച്ചുകളാണ് ഉറപ്പിക്കാൻ സാധ്യതയുള്ളത് എന്നുള്ളതുമാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ വിശദമായി പരിശോധിക്കാൻ പോകുന്നത്. നിങ്ങൾക്ക് എവിടെയെങ്കിലും വെച്ച് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ദയവായി ലൈക്ക് ചെയ്തേക്കണേ. വെൽക്കം ടു റെസ്ലിംഗ് മലയാളം. ഈ കഴിഞ്ഞ ദിവസം ഒരുപാട് റെസ്ലിംഗ് ചാനലുകളിലൂടെ പുറത്തുവിട്ടിട്ടുണ്ടായിരുന്ന ഒരു കാര്യമായിരുന്നു ബ്രോക്ക് ലെസ്നറും പോൾ ഹേമാനും WWE മാനേജ്മെന്റിനോട് പറഞ്ഞിട്ടുണ്ടായിരുന്ന ഒരു കാര്യം. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ബ്രോക്ക് ലെസ്നർ അദ്ദേഹത്തിന്റെ റിട്ടയർമെന്റ് മാച്ചിന് മുൻപേ നടക്കുന്ന എല്ലാ മാച്ചുകളിലും വിജയിക്കണം എന്നുള്ള ഒരു കാര്യം മാനേജ്മെന്റിനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്നുള്ളതും അവർ അത് സമ്മതിച്ചിട്ടുണ്ടായിരുന്നു എന്നുള്ളതുമാണ്. അതായത് റിട്ടയർമെന്റ് മാച്ചിൽ മാത്രമേ ബ്രോക്ക് ലെസ്നറിന് തോൽക്കാൻ പാടുള്ളൂ. മിക്കവാറും ബ്രോക്ക് ലെസ്നറിന്റെ റിട്ടയർമെന്റ് മാച്ച് നടക്കാൻ വേണ്ടി പോകുന്നത് സമ്മർസ്ലാം 2026 കാരണം ആ ഒരു സമ്മർസ്ലാം ബ്രോക്കിന്റെ നാട്ടിൽ വെച്ച് തന്നെയാണ് നടക്കുന്നത്. പിന്നെ സമ്മർസ്ലാമിൽ പേര് കേട്ടിട്ടുള്ള ബ്രോക്കിനെ വിരമിപ്പിക്കാൻ വേണ്ടി അതിലും വലിയൊരു ഷോ ഇനി അവർക്ക് കിട്ടാനില്ല. റിട്ടയർമെന്റ് മാച്ചിന് മുൻപ് ബ്രോക്ക് തോൽക്കരുത് എന്നുള്ളത് പോൾ ഹേമാന്റെ ഐഡിയ ആണ് എന്നുള്ളതാണ് അറിയാൻ കഴിയുന്നത്. അപ്പോൾ ബ്രോക്കിന്റെ എതിരാളി ആരായിരിക്കും? ഒരുപാട് റൂമറുകൾ, ഒരുപാട് സ്പെക്യുലേഷൻസ് എല്ലാം കേൾക്കുന്നുണ്ട്. റോയൽ റംബിൾ മുതൽ ബ്രോക്കിന്റെ എതിരാളി എന്ന് പറഞ്ഞു കേൾക്കുന്നത് ഒരേ ഒരാളുടെ പേരായിരുന്നു, ഓബാഫെമി. പക്ഷേ ഓബാഫെമിക്കെതിരെ ബ്രോക്ക് ലെസ്നർ മത്സരിക്കുന്നത് കൊണ്ട് വലിയൊരു പ്രശ്നം അവിടെ ഒളിഞ്ഞിരിക്കുന്നുണ്ട്. ഒന്ന്, ആ ഒരു മാച്ചിൽ ബ്രോക്ക് ലെസ്നർ വിജയിക്കുകയാണ് എന്നുണ്ടെങ്കിൽ ഓബാഫെമിക്ക് ഇതുവരെ കിട്ടിയിട്ടുണ്ടായിരുന്ന ആ ഒരു നല്ല റൺ അതവിടെ അവസാനിക്കും. അദ്ദേഹം അൺഡിഫീറ്റഡ് ആയിട്ട് നിൽക്കുകയാണ്. അദ്ദേഹത്തെ ഒരു പവർഫുൾ റെസ്ലർ ആയിട്ടാണ് ഇപ്പോൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അതെല്ലാം തന്നെ അവിടെ അവസാനിക്കാൻ വേണ്ടി പോവുകയാണ്. ഇനി അതല്ല, ബ്രോക്ക് ലെസ്നർ അവിടെ തോൽക്കുകയാണ് എന്നുണ്ടെങ്കിൽ ഓബാഫെമിയെ പോലെ പുതുതായിട്ട് വന്ന ഒരു റെസ്ലറിന്റെ അടുത്തൊന്നും ബ്രോക്ക് തോറ്റതുകൊണ്ട് തന്നെ ഫാൻസിനൊന്നും തീരെ അത് ഇഷ്ടപ്പെടില്ല. രണ്ടാമതായിട്ട് കേൾക്കുന്നത് ബ്രോൺ ബ്രേക്കറിന്റെ പേരായിരുന്നു. ഇത് ഒരുപാട് നാളുകൾക്ക് മുമ്പേ തന്നെ കേട്ടിട്ടുണ്ടായിരുന്നതായിരുന്നു. ബ്രോൺ ബ്രേക്കർ ആണ് ഇനി അടുത്ത് ബ്രോക്ക് ലെസ്നറിന്റെ ലെവലിലേക്ക് വരാൻ വേണ്ടി പോകുന്ന ആ ഒരു ലെവൽ പവർ സ്റ്റാർ. അപ്പോൾ ബ്രോൺ ബ്രേക്കർ വേഴ്സസ് ബ്രോക്ക് ലെസ്നർ തമ്മിൽ റെസിൽമേനിയയിൽ ഒരു മത്സരം നടക്കുന്നു. അതിൽ ബ്രോക്ക് വിജയിക്കുന്നു അല്ലെങ്കിൽ ബ്രോൺ ബ്രേക്കർ വിജയിക്കുന്നു. ഇതിൽ ആര് വിജയിച്ചാലും വലിയ കുഴപ്പമുണ്ടാവില്ല, കാരണം ബ്രോൺ ബ്രേക്കർ അത്രത്തോളം പ്രശസ്തി എടുത്തിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ ബ്രോൺ ബ്രേക്കറിന് ഇഞ്ചുറിയാണ്, അദ്ദേഹത്തിനെതിരെ എന്തായാലും മത്സരിക്കാൻ പറ്റില്ല. അടുത്തതായിട്ട് കേൾക്കുന്നൊരു പേര് LA നൈറ്റിന്റേതാണ്. ഇപ്പോൾ ഏറ്റവും അവസാനമായിട്ട് ഒരുപാട് കേട്ടിട്ടുണ്ടായിരുന്ന പേരായിരുന്നു LA നൈറ്റിന്റേത്. ബ്രോക്കിനെതിരെ LA നൈറ്റ് വന്നുകൊണ്ട് ചലഞ്ച് ചെയ്യുമെന്നുള്ളതും റെസിൽമേനിയയിൽ LA നൈറ്റിനെതിരെ മത്സരിക്കുമെന്നുള്ളതും. ഈ ഒരു മാച്ച് നടക്കുകയാണെങ്കിൽ ആർക്കും ഒരു പ്രശ്നവും ഉണ്ടാവാൻ പോകുന്നില്ല. കാരണം ആ ഒരു മാച്ചിൽ LA നൈറ്റ് വിജയിക്കണമെന്നുള്ള ഒരാവശ്യമില്ല. LA നൈറ്റിന് വേണ്ട പുഷ് ബ്രോക്കിനെതിരെയുള്ള മത്സരം മാത്രമാണ്. ആ ഒരു മത്സരത്തിൽ LA നൈറ്റ് മത്സരിച്ചു കഴിഞ്ഞാൽ തന്നെ അദ്ദേഹത്തെ വലിയ ലെവലിലേക്ക് ഉയർത്തിയതായിട്ട് എല്ലാവർക്കും തോന്നും. ഒരു മെയിൻ ഇവന്റ് സ്റ്റാർ ആയിട്ട് LA നൈറ്റ് മാറും. അതിൽ വിജയിച്ചോട്ടെ തോറ്റോട്ടെ ഒന്നും പ്രശ്നമേ അല്ല. പിന്നെ റൂമറുകളായിട്ട് കേൾക്കുന്ന മറ്റൊരു മാച്ച് സെത്ത് റോളിൻസിനെതിരെയുള്ള ഒരു മാച്ചാണ്. അതെ, ബ്രോക്ക് ലെസ്നർ അദ്ദേഹത്തിന്റെ ഓപ്പൺ ചലഞ്ച് അനൗൺസ് ചെയ്യാൻ വേണ്ടി വന്നിട്ടുണ്ടായിരുന്നത് പോൾ ഹേമാന്റെ കൂടെയായിരുന്നു. ആ പോൾ ഹേമാനെയാണ് സെത്ത് റോളിൻസ് കഴിഞ്ഞ റോ എപ്പിസോഡിൽ വന്നുകൊണ്ട് അറ്റാക്ക് ചെയ്ത് ആംബുലൻസിൽ പറഞ്ഞയച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിന്റെ പ്രതികാരം തീർക്കാൻ വേണ്ടിയിട്ട് ബ്രോക്ക് വന്നുകൊണ്ട് എന്റെ ഓപ്പൺ ചലഞ്ചിന് ഞാൻ സെലക്ട് ചെയ്യുന്നത് സെത്ത് റോളിൻസിന് തന്നെയാണ് എന്ന് പറഞ്ഞ് റെസിൽമേനിയ 42ലേക്ക് ഇവർ തമ്മിലുള്ള ഒരു മത്സരം വരികയാണെന്നുണ്ടെങ്കിൽ അത് വേറെ ലെവലായിരിക്കും. സെത്ത് റോളിൻസ് വേഴ്സസ് ബ്രോക്ക് ലെസ്നർ തമ്മിലുള്ള മാച്ച് നമ്മൾ ഓൾറെഡി റെസിൽമേനിയയിൽ കണ്ടിട്ടുള്ളതാണ്. പക്ഷേ എന്നാലും ഇവർ രണ്ടുപേരും കൂടി ഒരുമിച്ച് കഴിഞ്ഞാൽ നല്ല കിഡിൽ മാച്ച് തന്നെയായിരിക്കും നമുക്ക് കിട്ടാൻ വേണ്ടി പോകുന്നത്. പിന്നെ അടുത്തതായിട്ട് കേൾക്കുന്നത് ഒരിക്കലും നടക്കാൻ സാധ്യതയില്ലാത്ത കാര്യമാണ്, എന്നാൽ റൂമർ കേൾക്കുന്നത് നിങ്ങളോട് പറയുന്നെന്ന് മാത്രമേ ഉള്ളൂ. അടുത്ത റോ എപ്പിസോഡിൽ സ്റ്റോൺ കോൾഡ് സ്റ്റീവ് ഓസ്റ്റിൻ റിട്ടേൺ ചെയ്യുന്നുണ്ട് എന്നുള്ളത് അറിയാൻ കഴിയുന്നുണ്ട്. സ്റ്റോൺ കോൾഡ് റിട്ടേൺ ചെയ്യുന്നത് ബ്രോക്കിനെതിരെ ചലഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ടാണ് എന്നുള്ളത് ചെറിയ ചെറിയ ചാനലുകളിലെല്ലാം തന്നെ റൂമറായിട്ട് പറഞ്ഞു കേൾക്കുന്നുണ്ട്. എത്രത്തോളം ശരിയാണ് എന്നുള്ളത് അറിയില്ല. സ്റ്റോൺ കോൾഡ് സ്റ്റീവ് ഓസ്റ്റിൻ അദ്ദേഹത്തിന് ഒരു മാച്ച് കൂടി മത്സരിക്കാനുള്ള പവർ അദ്ദേഹത്തിന്റെ കയ്യിൽ ബാക്കിയുണ്ട് എന്നുള്ളത് പറഞ്ഞതും ബ്രോക്ക് ലെസ്നറിന്റെ ഓപ്പൺ ചലഞ്ചിന് ഏറ്റവും വലിയൊരു താരം വന്നു കഴിഞ്ഞാൽ മാത്രമേ ടിക്കറ്റ് സെയിൽസ് കൂടുകയുള്ളൂ എന്നുള്ള റിപ്പോർട്ടുകളും വെച്ചിട്ടാണ് ഫാൻസ് എല്ലാവരും ഇത് സ്പെക്യുലേറ്റ് ചെയ്യുന്നത്. സ്റ്റോൺ കോൾഡ് വേഴ്സസ് ബ്രോക്ക് തമ്മിലുള്ള ഒരു മത്സരം നടക്കുകയാണ് എന്നുണ്ടെങ്കിൽ എങ്ങനെയായിരിക്കും ഇവർ പങ്കെടുക്കുക, എങ്ങനെയായിരിക്കും ഇവർ മത്സരിക്കുക എന്നുള്ളതൊന്നും തന്നെ അറിയില്ല. സ്റ്റോൺ കോൾഡിന് നല്ല രീതിയിൽ വയസ്സായിട്ടുണ്ട്, അദ്ദേഹത്തിന്റെ ട്രെയിനിങ്ങിന്റെ വളരെയധികം കുറവുണ്ട്. അതെല്ലാം തന്നെ വെച്ച് ബ്രോക്കിനെതിരെ മത്സരിക്കുമ്പോൾ ബ്രോക്ക് എടുത്തിട്ട് അലക്കാനാണ് ചാൻസ് കൂടുതൽ. അപ്പോൾ ഇതുവരെ നിങ്ങൾ കേട്ടിട്ടുണ്ടായിരുന്നതാണ് WWE ഇപ്പോൾ കേൾക്കുന്ന എല്ലാവിധ റൂമറുകളും എല്ലാവിധ എതിരാളികളുടെ ലിസ്റ്റുകളും. എന്നാൽ ഇനി ഇപ്പോൾ നടക്കാൻ സാധ്യതയുള്ള ആ ഒരു കഥ ഞാൻ പറഞ്ഞുതരാം. ട്രസ്റ്റഡ് വെബ്സൈറ്റുകളിൽ നിന്നും കിട്ടുന്ന കഥകൾ അനുസരിച്ച് നടക്കാൻ വേണ്ടി പോകുന്നത് ബ്രോക്ക് ലെസ്നർ വേഴ്സസ് ഓബാഫെമി തമ്മിലുള്ള മാച്ചാണ് റെസിൽമേനിയ 42ൽ. ആ ഒരു മാച്ചിൽ ആരായിരിക്കും വിജയിക്കുക എന്നുള്ളത് അറിയില്ല.
മിക്കവാറും ബ്രോക്ക് ലെസ്നർ തന്നെയായിരിക്കും വിജയിക്കുക. കാരണം ബ്രോക്ക് റിട്ടയർമെന്റ് മാച്ചിന് മുൻപേ തോൽക്കില്ല എന്നുള്ളത് പറഞ്ഞതുകൊണ്ട്. അങ്ങനെ ബ്രോക്ക് ലെസ്നർ അൺഡിഫീറ്റഡ് ആയിട്ട് ഓരോരോ പേപ്പർ വ്യൂകളിലായിട്ട് മത്സരിച്ച് പോകുന്നു. ഏറ്റവും അവസാനം സമ്മർ സ്ലാം 2026 ബ്രോക്കിന്റെ റിട്ടയർമെന്റ് മാച്ചിൽ ബ്രോക്ക് മത്സരിക്കുന്നത് ഗുന്തറിനെതിരെ ആയിരിക്കും. അതെ, ഗുന്തറിനെതിരെ റിട്ടയർമെന്റ് മാച്ച് മത്സരിച്ച് അതിൽ ഗുന്തർ ബ്രോക്കിനെയും തോൽപ്പിച്ചുകൊണ്ട് കരിയർ കില്ലറായിട്ട് അദ്ദേഹം മാറും എന്നുള്ളത് തന്നെയാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത്. ഇതാണ് സ്ട്രോങ് ആയിട്ട് കേൾക്കുന്ന റൂമർ. ഇത് തന്നെയായിരിക്കും നടക്കുക എന്നുള്ളതാണ് ഞാനും പ്രതീക്ഷിക്കുന്നത്. നിങ്ങളുടെ അഭിപ്രായത്തിൽ ബ്രോക്ക് ലെസ്നറിന്റെ എതിരാളി ആരായിരിക്കും എന്നുള്ളതാണ് നിങ്ങൾക്ക് തോന്നുന്നത്? വീഡിയോയുടെ താഴെ കമന്റ് ചെയ്യാൻ മറക്കരുതേ. അപ്പോൾ ബാക്കിയുള്ളവരുടെ കാര്യം എന്തായിരിക്കും? സെത്ത് റോളിൻസിന്റെ കാര്യം എന്തായിരിക്കും? LA നൈറ്റിന്റെ കാര്യം എന്തായിരിക്കും? അവരുടേതും കേൾക്കുന്നത് സെത്ത് റോളിൻസും LA നൈറ്റും ടീം ആയിക്കൊണ്ട് ലോഗൻ പോളിനെതിരെയും ഓസ്റ്റിൻ തിയറിക്കെതിരെയും അഥവാ വിഷൻ ടീമിനെതിരെ ഒരു ടാഗ് ടീം മാച്ച് മത്സരിക്കും എന്നുള്ളതാണ്. സെത്ത് റോളിൻസിന് ഇപ്പോഴും ഇഞ്ചുറി പൂർണ്ണമായിട്ട് മാറിയിട്ടില്ല. അദ്ദേഹത്തിന് കുറച്ചുകൂടി റെസ്റ്റിന്റെ ആവശ്യമുണ്ട്. അപ്പോൾ ഒരു ടാഗ് ടീം മാച്ച് ആവുകയാണ് എന്നുണ്ടെങ്കിൽ LA നൈറ്റിന് കൂടുതൽ മത്സരിച്ച് സെത്ത് റോളിൻസിന് നല്ല മൊമെന്റുകൾ മാത്രം കൊടുത്ത് ആ ഒരു മാച്ചിന് ഇറങ്ങാൻ കഴിയും. ഏകദേശം 14 മുതൽ 16 മാച്ചുകൾ വരെ റസൽമേനിയ 42 ഉണ്ടാകുമെന്നുള്ളതാണ് ട്രിപ്പിൾ എച്ചിന്റെ കയ്യിൽ നിന്നും അറിയാൻ കഴിയുന്നത്. അപ്പോൾ അത്രത്തോളം മാച്ചുകൾ ഉണ്ടാവുകയാണെങ്കിൽ ഒരുപാട് മാച്ചുകൾ ഉണ്ടായിരിക്കും. ഇന്റർ കോണ്ടിനെന്റൽ ചാമ്പ്യൻഷിപ്പിന് വേണ്ടി, യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ചാമ്പ്യൻഷിപ്പിന് വേണ്ടി, അങ്ങനെ പല ചാമ്പ്യൻഷിപ്പുകൾക്ക് വേണ്ടിയിട്ടുള്ള മാച്ചുകളും നമുക്ക് റസൽമേനിയയിൽ കാണാൻ സാധിക്കുന്നതാണ്. പിന്നെ റസൽമേനിയയിൽ ഏറ്റവും പ്രധാനമായിട്ടും നമ്മൾ കാത്തിരിക്കുന്ന 2 മാച്ചുകൾ, ഒന്നാമത്തെ ദിവസത്തെ റസൽമേനിയ മെയിൻ ഇവന്റ് ആയിട്ടുള്ള റാൻഡി ഓർട്ടൺ വേഴ്സസ് കോഡി റോഡ്സ് തമ്മിലുള്ള WWE ചാമ്പ്യൻഷിപ്പ് മാച്ച്, രണ്ടാമത്തെ ദിവസത്തെ മെയിൻ ഇവന്റ് ആയിട്ടുള്ള റോമൻ റെയിൻസ് വേഴ്സസ് CM പങ്ക് തമ്മിലുള്ള വേൾഡ് ഹെവി വെയ്റ്റ് ചാമ്പ്യൻഷിപ്പ് മാച്ച്, പിന്നെ ഇതിനു മുമ്പേ WWE ചാമ്പ്യൻ ആയിട്ടുണ്ടായിരുന്ന ഡ്രൂ മെക്കിൻഡറിന്റെ മാച്ച്, മെക്കിൻഡർ വേഴ്സസ് ജേക്കബ് ഫാറ്റു തമ്മിലുള്ള ഒരു മാച്ച് ആയിരിക്കും നടക്കുക എന്നുള്ളതാണ് അറിയാൻ കഴിയുന്നത്. പിന്നീട് ഉറപ്പിച്ചിട്ടുള്ളത് ഫിൻ ബാലർ വേഴ്സസ് ഡൊമിനിക് മിസ്റ്റീരിയോ തമ്മിലുള്ള മാച്ചാണ്. അത് ഒഫീഷ്യലി WWE കൺഫേം ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിലും 99.9% ആ ഒരു മാച്ച് നടക്കാനുള്ള ചാൻസ് തന്നെയാണ് നമ്മൾ കാണുന്നത്. ആ ഒരു മാച്ചിൽ ഡീമൻ കിങ് ഫിൻ ബാലർ ആയിട്ടായിരിക്കും ഫിൻ ബാലർ വരിക എന്നുള്ളതും അറിയാൻ കഴിയുന്നുണ്ട്. ആ ഒരു ഡീമൻ കിങ് ആയി വരുന്നതിലൂടെ അദ്ദേഹം ആ ഒരു മാച്ചിൽ വിജയിക്കുകയും അത് കഴിഞ്ഞതിന് ശേഷമുള്ള 2026 ബാക്കി സമയത്ത് അദ്ദേഹം ഒരു കിഡിലൻ റൺ തന്നെയായിരിക്കും ഫേസ് ക്യാരക്ടറായിട്ട് നടത്തുക എന്നുള്ളതുമാണ് അറിയാൻ കഴിയുന്നത്. അതായത് റസൽമേനിയ കഴിഞ്ഞതിന് ശേഷം ഫിൻ ബാലർ വേൾഡ് ഹെവി വെയ്റ്റ് ചാമ്പ്യൻഷിപ്പിന് വേണ്ടി പോകുമെന്നുള്ളതും അറിയുന്നുണ്ട്. റസൽമേനിയ കഴിഞ്ഞാൽ ഫിൻ ബാലർ മാത്രമായിരിക്കില്ല ഫേസ് ക്യാരക്ടറായിട്ട് തിരിച്ചു വരാൻ വേണ്ടി പോകുന്നത്. ഇഞ്ചുറി പറ്റി പോയിട്ടുണ്ടായിരുന്ന കെവിൻ ഓവൻസിന്റെ ഇഞ്ചുറി എല്ലാം തന്നെ ഏകദേശം മാറിയിട്ടുണ്ട്. അദ്ദേഹം ഏത് സമയവും തിരിച്ചു വരാമെന്നുള്ള ഒരു വൻ അപ്ഡേറ്റും കൂടി നമുക്ക് കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ കെവിൻ ഓവൻസ് റസൽമേനിയയ്ക്ക് ശേഷമുള്ള റോ എപ്പിസോഡിൽ തിരിച്ചു വരുമെന്നുള്ള ഒരുപാട് റൂമറുകളും കേൾക്കുന്നുണ്ട്. പിന്നെ ഒരുപാട് നാളായിട്ട് റിട്ടേൺ ചെയ്യുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്ന ക്രിസ് ജെറിക്കോയുടെ കാര്യം, ജെറിക്കോയുടെ റിട്ടേണിനെ കുറിച്ച് ഒരു വിധത്തിലുള്ള അപ്ഡേറ്റുകളും നമുക്ക് കിട്ടുന്നില്ല. ജെറിക്കോ വന്ന് പോയി. ഇനി ജെറിക്കോയെ കാത്തിരുന്നിട്ട് കാര്യമില്ല. അദ്ദേഹം വന്നു കഴിഞ്ഞാൽ അത്രയും സന്തോഷം. ബ്രോക്ക് ലെസ്നറിനെ റിട്ടയർ ചെയ്യിപ്പിക്കുന്നത് ഗുന്തർ ആയിരിക്കും എന്നുള്ളത് പറഞ്ഞല്ലോ. അപ്പോൾ റസൽമേനിയയിൽ ഗുന്തറിന്റെ എതിരാളി ആരായിരിക്കും? റസൽമേനിയയിൽ മറ്റാരുമല്ല, റൈ മിസ്റ്റീരിയോക്കെതിരെയായിരിക്കും ഗുന്തർ മത്സരിക്കുക എന്നുള്ളതും അറിയുന്നുണ്ട്. അതിൽ മത്സരിച്ച് ഇനി റൈ മിസ്റ്റീരിയോയുടെ കരിയറും അവസാനിപ്പിക്കുമോ എന്നുള്ളത് അറിയില്ല. അവസാനിപ്പിക്കാതിരിക്കട്ടെ. ഞാൻ ഈ പറഞ്ഞതുപോലെ ബ്രോക്കിന്റെ എതിരാളിയായിട്ട് റസൽമേനിയ 42 വരാൻ വേണ്ടി പോകുന്നത് ഓബ ഫെമി തന്നെയായിരിക്കുമോ അതോ മറ്റാരെങ്കിലും ആയിരിക്കുമോ? നിങ്ങളുടെ അഭിപ്രായം വീഡിയോയുടെ താഴെ കമന്റ് ചെയ്യൂ. മറ്റൊരു കിഡിലൻ വീഡിയോയുമായിട്ട് ഞാൻ വരാം. അതുവരേക്കും ബൈ ഗായ്സ്.